ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെക്ലേസിന് സൈസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ആളാണ് കസ്റ്റമൈസ് ചെയ്താൽ ചെയ്യുന്നത്. നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ അവരുടെ നെക്ലേസിൻ്റെ സൈസ് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്ലേസിൻ്റെ സൈസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെഷറിംഗ് ടേപ്പ് ഉണ്ടല്ലോ, ടൈലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് സൈസ് എത്രയാണെന്നുള്ളത് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇതല്ലാതെ നമ്മളിപ്പോൾ ഐഡിയലായിട്ട് ഒരു നോർമൽ സൈസിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 15 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെഷറിംഗ് ടേപ്പിൽ ഒരു 14 ഇഞ്ച് എടുത്താൽ മതിയാവും. അതിൽ തന്നെ കുറച്ച് ചബ്ബിയായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മെഷറിംഗ് ടേപ്പിൽ ഒരു 16 ഇഞ്ചൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ എന്താ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡെന്ന് വെച്ചാൽ ഒരു 14 ഇഞ്ചിന് നമ്മൾ ഐഡിയലായിട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ ബാക്ക് ക്രോപ്പ് ഇടുക, അല്ലെങ്കിൽ ഹോണ്ട എന്ന് പറയില്ലേ ബാക്ക് ക്രോപ്പ്. ഞാനിപ്പോൾ ഈ നെക്ലസിൽ ഇടുന്നില്ലേ, ഈ സെയിം സാധനം ഇത് ബാക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എത്ര ചെറിയ നെക്ലസാണ് ചെയ്യുന്നതെങ്കിലും വലിയ നെക്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് 16 ഇഞ്ചിന് മുകളിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയിനൊക്കെ ഇട്ടാൽ മതിയാവും. 14 ഇഞ്ചൊക്കെ ആണെങ്കിലാണ് ബാക്ക് ക്രോപ്പ് എപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുണ്ടാവുക. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കൂടെ കൂടാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.